കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 17 ശ്ലോകം 47. നമ്മൾ ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങളൊക്കെയാണ് വിപ്രൻ്റെ ധർമ്മങ്ങളാണ് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിലെന്താ പറഞ്ഞ വെച്ചാൽ ഉപജീവനത്തിന് നിവൃത്തിയില്ലാണ്ട് വന്നാൽ അതാണ് ആപത്ത പറഞ്ഞത്. ഉപജീവനത്തിന് ഉപായമില്ലാത്ത ഒരു സ്ഥിതി വന്നാൽ ബ്രാഹ്മണന് വൈശ്യധർമ്മം അനുഷ്ഠിച്ച്, അതായത് ക്രയവിക്രയം ചെയ്ത് വേണമെങ്കിൽ ജീവിക്കാം. പിന്നെയോ എന്നാൽ നിഷിദ്ധ വസ്തുക്കളൊന്നും വിൽക്കാൻ പാടില്ല. ഇപ്പോൾ പ്രോബബിളി ഈ മദ്യം ജാതിയൊക്കെ പിന്നെ അതൊന്നും വിറ്റിട്ട് പൈസ ഉണ്ടാക്കരുത്. പിന്നെയോ അങ്ങനെ അത്രയ്ക്ക് ആപത്തുണ്ടെങ്കിൽ, അതായത് പിന്നെ വൈശ്യവൃത്തി കൊണ്ടും പറ്റുന്നില്ല എന്നുള്ളൊരു നില വന്നാൽ ക്ഷത്രിയന്മാരുടെ ധർമ്മമായിട്ടുള്ള ഈ പിന്നെ വാളെടുത്തിട്ട് മീൻസ് ഇതിൽ ആർമിയിലൊക്കെ ചേരാം. കാരണം അതിൽ കൊല്ലലുണ്ടാവുകൊണ്ട് ഒരാപത്ത് വരുമ്പോഴത്തെ ധർമ്മമായിട്ടേ കണക്കാക്കുന്നുള്ളൂ. അതായത് വലിയ ആപത്ത് വന്നാൽ വൈശ്യവൃത്തി കൊണ്ടും ഉപജീവനം സാധിക്കാതെ വന്നാൽ മാത്രം ക്ഷത്രിയധർമ്മം. കാരണം ചിലപ്പോൾ കൊല്ലമൊക്കെ വേണ്ടിയിരുല്ലോ ആർമിയിലൊക്കെ പോയാൽ. അതുകൊണ്ടാണെന്നാണ് പറയണത്. ആപദ്ധർമ്മമായിട്ട് സ്വീകരിക്കാം. ഇതൊക്കെ പറഞ്ഞാലും എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ഉപജീവനത്തിന് വിഷമിച്ചാലും ദുഷ്ടന്മാരെ സേവിച്ചുകൊണ്ട് ഒരിക്കലും പിന്നെ ജീവിക്കരുത് ഒരു ബ്രാഹ്മണൻ. അതായത് ബ്രഹ്മജ്ഞാനി ദുഷ്ടന്മാരെ സേവിച്ച് ജീവിക്കരുത്. വൈശ്യധർമ്മം അനുഷ്ഠിച്ചാലും വേണ്ടില്ല, അത്ര ആപത്ത് വന്നാൽ ക്ഷത്രിയധർമ്മം അനുഷ്ഠിച്ചാലും വിരോധമില്ല. പക്ഷെ ദുഷ്ടന്മാരെ സേവിക്കുന്നത് ഒരിക്കലും വരുത് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി 48. വൈശ്യവൃത്യാതു രാജന്യോ ജീവൻ മൃഗയാപതി ചരേദ്വാ വിപ്രരൂപേണ ന സ്വവൃത്യ കഥഞ്ചന. പിന്നെയും പറയേണ്ട സ്വവൃത്യ കഥഞ്ചന. അതായത് പട്ടികളെപ്പോലെ ദുഷ്ടന്മാരെ സേവിക്കരുത്. പട്ടികളൊക്കെ അറിയുന്നില്ലല്ലോ. അപ്പോൾ കള്ളൻ്റെ പട്ടിയാണെങ്കിലും നല്ലൊരാളുടെ പട്ടിയാണെങ്കിലും ഒരുപോലെ യജമാനെ സ്നേഹിക്കുമല്ലോ. അതാണ് അന്ന് സ്വവൃത്തിയ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത് വെച്ചാൽ രാജന്യ ക്ഷത്രിയൻ ആപതി. ക്ഷത്രിയൻ്റെ കാര്യമാണ് പറയണത്. രാജന്യ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ ആപതി, അതായത് ആപത്ത് കാലത്ത് മീൻസ് ഉപജീവനത്തിന് മാർഗമില്ലാതെ വരുമ്പോൾ വൈശ്യവൃത്യ തേരെ താഴെയാണല്ലോ വൈശ്യന്മാരുടെ ധർമ്മം അനുഷ്ഠിക്കാം. മൃഗയാത്തു അഥവാ വേട്ടയാടിയിട്ടും ജീവിക്കാം. വിപ്രരൂപേണ വാ അല്ല ഒരു ബ്രാഹ്മണൻ്റെ ധർമ്മവും അനുഷ്ഠിക്കാൻ വേണമെങ്കിൽ ക്ഷത്രിയന് നിവൃത്തിയില്ലാതെ വന്നാലേ ചരേത് ജീവിക്കാം. കഥഞ്ചന എന്നാലും ഏത് വിധമായാലും സ്വവൃത്യാന്ന, അതായത് പട്ടികളെപ്പോലെ ദുഷ്ടന്മാരെ സേവിച്ചിട്ട് ഒരിക്കലും, അതായത് ശൂദ്രധർമ്മങ്ങൾ ഒരിക്കലും അനുഷ്ഠിക്കരുത്. അതായത് ദുഷ്ടന്മാരെ സേവിക്കരുതെന്ന് തന്നെയാണ് കേട്ടോ കാര്യമായിട്ട് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതായാലും വിപ്രൻ, അതായത് നല്ല ആപത്ത് വന്ന ഒരു ക്ഷത്രിയന്, അതല്ലെങ്കിൽ ഉപജീവനത്തിന് നിവൃത്തിയില്ല എന്ന് വന്ന ക്ഷത്രിയന് വൈശ്യന്മാരുടെ ധർമ്മം ക്രയവിക്രയം ബിസിനസ്സൊക്കെ ചെയ്യാം, വിരോധമില്ല. നായാട്ടും വേണമെങ്കിൽ ചെയ്യാം. പിന്നെയോ നിവൃത്തിയില്ലാതെ വന്ന ഒരു ബ്രാഹ്മണ ധർമ്മം അനുഷ്ഠിക്കാം ക്ഷത്രിയന്, വിരോധമില്ല. വെച്ചാൽ ഒരു ആപത്തുണ്ടെങ്കിൽ സാധാരണ നിലയ്ക്കൊക്കെ അവനവൻ്റെ ധർമ്മം തന്നെ അനുഷ്ഠിക്കണം. പക്ഷേ ഒരു വല്ലാത്തൊരു അവസ്ഥ വന്നു വെച്ചാൽ ഇതൊക്കെ ആവാമെന്ന് പറയണേ. അതായത് ആപത്തുപെട്ടാൽ അങ്ങനെ വൈശ്യവൃത്തിയാവാം, നായാട്ടുകൊണ്ടാവാം, വേണമെങ്കിൽ ബ്രാഹ്മണന്മാരുടെ ധർമ്മം അനുഷ്ഠിക്കാം. പക്ഷേ ഒരു കാലത്തും ദുഷ്ടന്മാരുടെ സേവനത്തിന് പോകരുത് തന്നെയാണ് അതിലും പറയണത് കേട്ടോ. 48 വൈശ്യവൃത്യാതു രാജന്യോ ജീവൻ മൃഗയാപതി ചരേദ്വാ വിപ്രരൂപേണ ന സ്വവൃത്യ കഥഞ്ചന ശൂദ്രവൃത്തിം ഭജേദ്വൈശ്യഃ ശൂദ്രകാരുകടക്രിയാം കൃച്ഛാൻമുക്തോ ന ഗർഹ്യേണ വൃത്തിം ലിപ്സേത കർമ്മണ. വൈശ്യന് ശൂദ്രവൃത്തി ഭജേത്. വൈശ്യനൊരാപത്ത് വന്നാൽ ശൂദ്രവൃത്തി ചെയ്യാം, അല്ലെങ്കിൽ ശൂദ്രൻ്റെ ധർമ്മങ്ങൾ ചെയ്യാം. ശൂദ്രനോ കാരുകടക്രിയാം തൊഴിലാളികളുടെ തൊഴിലാളിയായ, അതായത് പായമടയുക അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. കടക്രിയാം എന്ന് പറയുന്നുണ്ട്. അതായത് ശൂദ്രന് പായ നെയ്ത്തുകാരൻ്റെ സാധാരണ ശൂദ്രന്മാർ ചെയ്യാത്തതായിരിക്കണം അന്നൊക്കെ കാലത്ത്. പായ
നെയ്യണ ഒരു ജോലി വേണമെങ്കിൽ സ്വീകരിക്കാം. ശൂദ്രന് ഒരു ഉപായം ജീവനത്തിന് ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ, ഉപജീവനത്തിന് നിവൃത്തിയില്ലാതെ വന്നാൽ ശൂദ്രന് ആദ്യം വൈശ്യനാണ്. ഉപജീവനത്തിന് നിവൃത്തിയില്ലാണ്ട് വന്നാൽ വൈശ്യന് ശൂദ്രന്മാരെ പോലുള്ള ശൂദ്രൻ്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാം. ശൂദ്രന് ഒരു ഉപജീവനത്തിന് മാർഗ്ഗമില്ലാതെ വന്നാൽ പായ നെയ്ത്ത് അങ്ങനത്തെ കാര്യങ്ങൾ സാധാരണ ശൂദ്രന്മാർ ചെയ്യാത്തതൊക്കെ ചെയ്യാം. കൃച്ഛാത് മുക്ത, ആപത്തിൽ നിന്നിൽ മുക്തനായവൻ ഗർഹ്യേണ കർമ്മണ, ഗാർഹ്യമായ തൊഴിലാൽ വൃത്തിം ന ലിച്ഛേത, ജീവിക്കുവാൻ ആഗ്രഹിക്കരുത്. അതായത് ആപത്ത് കാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തുടരരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് വൈശ്യൻ ഉപജീവനത്തിന് പറ്റാത്ത വിധത്തിലൊരു ആപത്ത് വന്നാൽ ശൂദ്രന്മാരുടെ ധർമ്മം അനുഷ്ഠിക്കാം. ശൂദ്രനും അതെ, അങ്ങനൊരു ആപദവസ്ഥ വന്നാൽ പായ നെയ്ത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉപജീവനം ചെയ്യാം. ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വല്ലാത്ത അവസ്ഥ, ഫേസ് ഓഫ് ലൈഫ് കഴിഞ്ഞാൽ, വിഷമാവസ്ഥ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മളെ ധർമ്മം തന്നെ അനുഷ്ഠിക്കാവൂ എന്നാണ്. വേറൊരു വർണ്ണത്തിൻ്റെ ധർമ്മം അനുഷ്ഠിക്കരുത് എന്നാണ് ഇതിൽ പറഞ്ഞത്. അതൊക്കെ പണ്ടത്തെ അത് വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമുക്കതൊന്നും ഇന്നത്തെ ലോകത്തിൽ അത് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ നമ്മൾ വ്യാസഭഗവാൻ പറഞ്ഞത് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം സൊസൈറ്റിയൊക്കെ വ്യത്യാസം വന്നുല്ലോ. അപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു, ഇപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ജോലിയാണ് ചോട്ടെ. അപ്പോൾ ഗവൺമെൻറ്റിന് കുറേ നിയമങ്ങളുണ്ടല്ലോ. ഒരു ഗവൺമെൻറ് തൊഴിൽ ഒരു ഉദ്യോഗസ്ഥനെ വിചാരിച്ചു, അത് ഗവൺമെൻറ്റിന് പല നിയമങ്ങളും ഉണ്ടല്ലോ. ആ നിയമങ്ങൾക്ക് വിപരീതമായിട്ട് ഒരിക്കലും ചെയ്യാണ്ടിരിക്കാം നമുക്ക്. നമ്മളുടെ ധർമ്മം അപ്പം എന്താ, ആ ഒരു ഏത് ജോലിയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറഞ്ഞത് കേട്ടോ, ജോലിയിലാണ് ചേർന്നാൽ വെച്ചാൽ ആ ജോലിക്ക് വിരോധമായിട്ട് ഇപ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് ഡോക്ടർമാർക്ക് പ്രയർ പ്രാക്ടീസ് പാടില്ല, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യണ അവർക്ക് അതേസമയം തന്നെ ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ടുള്ള വേറെ ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് കൺസൾട്ടൻസി, അതായത് ഒരാളിപ്പോൾ ഇവിടെയൊക്കെ അതുണ്ട്, ഗവൺമെൻറ്റിലൊരു കൺസൾട്ടൻറ്റ് ജോബാണെന്ന് വിചാരിച്ചു ഒരു പ്രത്യേക സെക്ഷനിൽ, അതേ ഇത് ചെയ്യുന്ന കൺസൾട്ടൻസി ചെയ്യുന്ന വേറെ കമ്പനികളുണ്ടെങ്കിൽ അതിൽ ചെയ്യാൻ പാടില്ല. അതായത് ഗവൺമെൻറ്റിന് വിരുദ്ധമായിട്ട്, അത് ഏത് കമ്പനിയാണെങ്കിലും അതെ കേട്ടോ. നമ്മളെ കോമ്പറ്റീറ്ററായിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യണത് നമ്മൾ തെറ്റല്ലേ, ഒരു ചതിയാണല്ലോ അത്. അപ്പം അങ്ങനത്തെ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിലും ഈ വർണ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും അവനവനൊരു ധർമ്മം ഉണ്ടല്ലോ ഇല്ലേ. ഇപ്പോൾ പിന്നെ ഒരു ഭാര്യയ്ക്ക് ധർമ്മമുണ്ട്, ആ ഭാര്യയുടെ ധർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ പറ്റുന്നിടത്തോളം അനുഷ്ഠിക്കണം. ഒരമ്മയുടെ ധർമ്മം ഒരമ്മ അനുഷ്ഠിക്കണം, ഒരച്ഛൻ്റെ ധർമ്മം അച്ഛൻ അനുഷ്ഠിക്കണം, മക്കളുടെ ധർമ്മം മക്കൾ അനുഷ്ഠിക്കണം. അത്ര ഒരു ആപത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വായിച്ചു. അതായത് ഇതിന് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭാഗവതത്തിൽ മോസ്റ്റ്ലി നമുക്ക് ഇന്നത്തെ കാലത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറയണത്. ഇതും ഇന്നത്തെ കാലത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ആ സൊസൈറ്റിയുടെ വ്യത്യാസം കൊണ്ടുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് ആ ബേസിക്കായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് എല്ലാ കാലത്തെയും. വെച്ചാൽ ബേസിക്കായിട്ടുള്ള ധർമ്മങ്ങൾ, മറ്റതൊക്കെ മാറും കാലത്തിനനുസരിച്ച്. അപ്പോൾ ഇത് ഈ സത്യം, പിന്നെ ചതിക്കാതിരിക്കുക, അതൊക്കെ ഇപ്പോൾ എല്ലാ കാലത്തും വേണ്ടതാണല്ലോ. അതാണ് ഇതിൽ പറഞ്ഞത്. ശൂദ്രവൃത്തിം ഭജയിഷ്ദ്വൈശ്യ, അതായത് ആ ആപത്കാലം കഴിഞ്ഞാൽ പിന്നെ അവനവൻ്റെ ധർമ്മത്തിലേക്ക് തന്നെ മടങ്ങി വരണം എന്ന് പറയുക. ശൂദ്രവൃത്തിം ഭജേദ്വൈശ്യ ശൂദ്ര കാരുകടക്രിയാം കൃച്ഛാൻ മുക്തോ ന ഗർഹ്യേണ വൃത്തിം ലിപ്സേത കർമ്മണ. 50. വേദാധ്യായ സ്വഥാ സ്വാഹ ബല്യന്നാദ്യൈര്യഥോദയം ദേവർഷി പിതൃഭൂതാനി മദ്രൂപാണ്യന്വഹം യജേത്. എങ്ങനെയാണ് ആരാധിക്കേണ്ടതാണ്? വേദാധ്യായ സ്വഥാ സ്വാഹി ബല്യന്നാദ്യൈഹി അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ വേദാധ്യായം അതായത് ബ്രഹ്മയജ്ഞം തന്നെ, പിന്നെ സ്വധാകാരം സ്വാഹ, അതൊക്കെ ഈ ഹോമം യജ്ഞത്തിലെ ബലിഹരണം, അന്നം അതായത് ഭക്ഷണം മുതലായവകളാൽ, യഥോദയം വിഭവങ്ങൾക്ക് അനുസരിച്ച്,
മദ്രൂപാണി എൻ്റെ രൂപങ്ങളായ ദേവർഷി, പിതൃക്കൾ, ഭൂതങ്ങൾ, അതായത് നമ്മുടെ ഒപ്പമുള്ള സർവഭൂതങ്ങൾ, ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഭൂതങ്ങൾ, ഇവയെ അന്വഹം ഓരോ ദിവസവും യജേത് പൂജിക്കണം. അതായത് ഈ ധർമ്മം കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ചിട്ടകളൊക്കെ വേണമല്ലോ, ഓരോ നിയമങ്ങൾ. എന്താ വെച്ചാൽ ഇതിലെന്താ പറഞ്ഞാൽ വേദം അധ്യയനം, അതായത് വേദാധ്യയനം വിധിച്ചവർക്ക് വേദം അധ്യയനം ചെയ്യണം അവർ. സ്വധ, അതായത് ഈ ഇതൊക്കെ വേദാധ്യയനം, ശ്രാദ്ധം, അതാണ് സ്വധ. അതായത് പിതൃക്കൾക്കൊക്കെ നമ്മൾ വേണ്ട സമയത്ത് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യണം, അതാണ് സ്വധ. വേദാധ്യയനം, ശ്രാദ്ധം, ഹോമം, ബലി, അന്നദാനം മുതലായവ നമ്മൾ ഋഷികൾക്കും പിതൃക്കൾക്കും ദേവന്മാർക്കും സർവഭൂതങ്ങൾക്കും വേണ്ടി നിത്യവും നമ്മൾ ഭഗവാനെ അവരിൽ കണ്ട് ആരാധിക്കണം എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഭഗവത് സാന്നിധ്യം കണ്ട് ആരാധിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ ഓരോന്നിലും പറയണം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ പിന്നെ വേദാധ്യയനം ചെയ്യുന്നവരെ വേദാധ്യയനം ചെയ്യുമ്പോഴും ഭഗവാനെ ആ വേദത്തിൽ കണ്ട് ധ്യാനിക്കണം. വേദസ്വരൂപനാണോ ഭഗവാൻ. പിന്നെ സ്വധ, പിതൃക്കളിലും ഭഗവാനെ കണ്ട് പിതൃക്കളൊക്കെ സ്വധ ചെയ്യണം. അതായത് ശ്രാദ്ധോ എന്താ വെച്ചാൽ പിന്നെ കർമ്മങ്ങൾ ചെയ്യണം. പിതൃക്കളിലും ഭഗവാന്റെ സാന്നിധ്യം കണ്ടിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഹോമം ചെയ്യുകയാണെന്ന് വെച്ചാലും അതിലും ഭഗവാന് തന്നെയാണ് അത് ആത്യന്തികമായിട്ട് എത്തണമെന്ന് ധ്യാനിച്ച് ഭഗവാനെ ആരാധിക്കണം. പിന്നെ ബലി ഒക്കെ കൊടുക്കുമല്ലോ, അതൊക്കെ. പിന്നെ ഭക്ഷണം കൊടുക്കണത് ഒക്കെ ദേവന്മാർക്കാണ് കൊടുക്കണമെന്ന് വെച്ചാലും അതിലും ഭഗവാന്റെ സാന്നിധ്യം തന്നെ കാണണം. ദേവന്മാർ, ഋഷിമാർ, പിതൃക്കൾ, ഭൂതങ്ങൾ ഇവരെയൊക്കെ ഭഗവാന്റെ സ്വരൂപമായി കരുതി അവനവൻ്റെ കഴിവനുസരിച്ച് നിത്യവും ആരാധിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് പഞ്ചയജ്ഞ ദേവതകളെയാണ് ഇവിടെ പറഞ്ഞത്. പറയൂലോ പഞ്ചമഹായജ്ഞം എന്നും ചെയ്യണമെന്ന് പറയും. ഒന്ന് വേദാധ്യയനം, അതായത് ദേവന്മാർക്ക്. പിന്നെ വേദാധ്യയനം ദേവന്മാർക്കും ഋഷിമാർക്കും എന്ന് പറയാം. പിന്നെ സ്വധ, പിതൃക്കൾക്ക്. സ്വാഹ, സ്വാഹ മറ്റു ദേവന്മാർക്ക്. പിന്നെ ബലി, ഭൂതങ്ങൾക്ക്, മനുഷ്യർക്ക്, അതായത് ബാക്കിയുള്ളവർക്ക്. അതിനാണ് പഞ്ചമഹായജ്ഞം എന്നൊക്കെ പറയും. അതൊക്കെ എന്നും ചെയ്യണം. എങ്ങനെ ചെയ്യണം? എല്ലാവരിലും ഭഗവത് സാന്നിധ്യം കണ്ടുകൊണ്ട് എന്നെ യജിക്കണം, എന്നെ ആരാധിക്കണം. വേദാധ്യായ സ്വധാ സ്വാഹ ബല്യന്നാദ്യേർ യഥോദയം ദേവർഷി പിതൃഭൂതാനി മദ്രൂപാണ്യന്വഹം യജേജ്. അത് പറയുന്നുണ്ട് അല്ലേ? അതായത് എന്നെ അവരിൽ കൂടി ഭൂതങ്ങളെ, മനുഷ്യ എന്നിവരെ നിത്യവും എന്നെ അവരിൽ എൻ്റെ സ്വരൂപമായി അവരെ കണ്ട് ആരാധിക്കണം അല്ലേ? ഇനി 51 യദൃച്ഛയോപപന്നേന ശുക്ലേനാപാർജിതേന വാ ധനേനാപീഡയൻ ഭൃത്യാൻ ന്യായേനൈവാഹരേത് ക്രതൂൻ. എതിർച്ഛയ, അതായത് നമ്മൾ പ്രയത്നമൊന്നും ചെയ്യാതെ യാദൃച്ഛികമായിട്ട് ഉപപന്നേന വാ ലഭിച്ചതോ അഥവാ ഉപാർജിതേന താൻ തന്നെ പ്രയത്നം ചെയ്ത് സമ്പാദിക്കപ്പെട്ടതോ ശുക്ലേന ധനേന ശുദ്ധമായ ധനം കൊണ്ട്. ശുക്ലം ചവിടെ വെളുത്തത് വെച്ചാൽ നല്ല അങ്ങനെ നമ്മൾ ശരിയായ ധാർമ്മികമായ മാർഗത്തിൽ കൂടി ശേഖരിച്ച ധനം എന്നർത്ഥം. ശുദ്ധമായ ധനം. ഭൃത്യാൻ അപീഡയൻ താൻ തൻ്റെ ഭൃത്യന്മാരെ ഉപദ്രവിക്കാതെ. അപീഡയൻ ന്യായേന വിധിക്രമത്തിൽ ക്രതൂൻ ആഹരേത് യാഗങ്ങളെ ചെയ്യേണ്ടതാണ്. അതായത് ഭൃത്യന്മാരിലൊക്കെ ഭഗവത് സാന്നിധ്യം കാണണം. അതന്നെയാണ് എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം കണ്ടിട്ട് വേണമെങ്കിൽ ഭൃത്യന്മാരുടെ സഹായമൊക്കെ നമുക്ക് മേടിക്കാം. പക്ഷെ അവരെയും ഭൃത്യനായിട്ടൊന്നും കാണരുത്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ അവരോടും പെരുമാറണമല്ലോ. അതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ യാദൃച്ഛികമായിട്ട്, അതായത് നമ്മളെ പ്രയത്നം ഇല്ലാണ്ട് കിട്ടിയതോ അല്ലെങ്കിൽ സ്വയം സമ്പാദിച്ചതോ ധാർമ്മികമായ മാർഗത്തിൽ കൂടി സമ്പാദിച്ചതോ ആയിട്ടുള്ള ശുദ്ധമായ സ്വത്ത് കൊണ്ട് അല്ലെങ്കിൽ ധനം കൊണ്ട് ഭൃത്യന്മാരൊന്നും വിഷമിപ്പിക്കാതെ
ന്യായമായിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും അവനവൻ്റെ ശക്തിക്കനുസരിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. എന്തെല്ലാം പറയണു അല്ലേ ഭഗവാൻ. എന്താ പറഞ്ഞ വെച്ചാൽ എതിർച്ചയാ ലഭിച്ച ധനം കൊണ്ടോ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ കൂടി മാത്രം സമ്പാദിച്ച ധനം കൊണ്ടോ ഗൃഹസ്ഥൻ എന്ത് വേണം? തൻ്റെ ഭൃത്യന്മാർക്ക് ഒരിക്കലും ഒരു ക്ലേശവും അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാത്ത തരത്തിൽ യാഗം മുതലായ കർമ്മങ്ങളൊക്കെ എല്ലപ്പോഴും വഴിപോലെ ക്രമത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി 53 വായിച്ച 52 കേട്ടോ. യദൃച്ഛയോപപന്നേന ശുക്ലേനോപാർജിതേന വാ ധനേനാപീഡയൻ ഭൃത്യാൻ ന്യായേന ഇവാഹരേത് ക്രതൂൻ. 52 കുടുംബേഷു ന സജ്ജേത ന പ്രമാദ്യേത് കുടുംബ്യഭി വിപശ്ചിന്നശ്വരം പശ്യേൽ അദൃഷ്ടമഭി ദൃഷ്ടവത്. 52 കുടുംബിയായിരുന്നിട്ടും കുടുംബേഷു കുടുംബങ്ങളിൽ ന സജ്ജേത അല്ലാത്ത അറ്റാച്ച്മെൻറ്റ്, ഗൃഹസ്ഥനാണെങ്കിലും എല്ലാത്തിലും വല്ലാതെ അറ്റാച്ച്മെൻറ്റ് നമ്മൾ വെക്കരുത്. അതാണ് ബന്ധം അല്ലാതെ വെക്കരുത്. ന പ്രമാദ്യേത ഈശ്വര ധ്യാനത്തിൽ, അതായത് അത് കാരണം കുട്ടികളോടും ഭർത്താവിനോടും ഗൃഹത്തിനോടും ധനത്തിനോടും ഉള്ള എന്തൊന്നില്ലാത്ത അറ്റാച്ച്മെൻറ്റ് കാരണം നമ്മളെ ഈശ്വര ധ്യാനത്തിന് ഒരു കുറവ് വരരുത്. നമുക്ക് കാണാവുന്ന വസ്തുവിനെ പോലെ തന്നെ അദൃഷ്ടമഭി, കാണാൻ കഴിയാത്ത ഇതിനെയും നശ്വരം പശ്യേത് നശിക്കുന്നതായി തന്നെ അറിയണം. അതായത് നമ്മൾ സ്വർഗ്ഗമാണ് പറയണത്. വളരെ നല്ല ഉപദേശമാണ്. എന്താ അറിയോ, ഈ ഗൃഹസ്ഥൻ ഈ കുടുംബങ്ങളും കുടുംബകാര്യങ്ങളിലും അങ്ങേയറ്റം ആസക്തനായിട്ട് തീരരുത്. അങ്ങനെ അതിൽ തന്നെ മുഴുകി ഈശ്വരനെ മറക്കരുതെന്നാണ് ചുരുക്കത്തിൽ പറയണത്. അതായത് എങ്ങനെ വേണമെച്ചാൽ ഈ കാണുന്ന ലോകവും ഇനി സ്വർഗാദി ലോകങ്ങളും ഒക്കെ നശ്വരമാണെന്ന് നല്ലോണം ആലോചിച്ചറിയണം. അപ്പം വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് തോന്നില്ലല്ലോ. ഇതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇല്ലാതെയാവും. വളരെ നൈമിഷികമാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചവും. നമുക്ക് കാണാത്ത സ്വർഗാദി ലോകങ്ങളൊന്നും ശാശ്വതമല്ല എന്ന് എപ്പോഴും മനസ്സിനോട് പറയുമ്പോൾ കുറച്ചൊരു നമുക്ക് വൈരാഗ്യം വരുമല്ലോ. അങ്ങനെ നമ്മൾ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് ഗൃഹസ്ഥനാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ കുടുംബകാര്യങ്ങളിലും അങ്ങേയറ്റം ഇൻവോൾവ്ഡ് ആയിട്ട് ഈശ്വരനെ സേവിക്കാൻ സമയമില്ലാണ്ടേ അവരുത്. അതായത് വിവേകമുള്ള ഒരാൾ ശരിക്കും എന്താ ചെയ്യുക വെച്ചാൽ ഇഹലോകവും പരലോകവും ഒക്കെ ഒരുപോലെ നശ്വരാണെന്ന് കാണണം എന്നാണ് ഇതിൽ പറഞ്ഞത്. കുടുംബേഷു ന സജ്ജേത ന പ്രമാദ്യേത് കുടുംബ്യഭി വിപശ്ചിന്നശ്വരം പശ്യേത് അദൃഷ്ടമഭി ദൃഷ്ടവത്. കാണുന്നതും കാണാത്തൊക്കെ നശ്വരാണെന്ന്. പുത്രധാരാപ്ത ബന്ധൂനാം സംഗമത് പാന്ഥസംഗമ അനുദേഹം വിയദ്യേതേ സ്വപ്നോ നിദ്രാനുഗോ യഥാ. ഇനി പറയാണ് അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് അരുതെന്ന് പറയാൻ കാരണം എന്താ? പുത്രധാരാപ്ത ബന്ധൂനാം, പുത്രൻ, ഭാര്യ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ഇവരോടുള്ള നമ്മുടെ തൽക്കാലത്തെ ചേർച്ച ഉണ്ടല്ലോ, കുറച്ച് കാലം നമ്മൾ കൂടിയിരിക്കുന്നത് സംഗമം. ആ സംഗമം ഉണ്ടല്ലോ പാന്ഥസംഗമ, തണ്ണീർപ്പന്തലിൽ, അതായത് വഴിപോക്കരെ ഒരു വിശ്രമസ്ഥലത്ത് ഒന്നിച്ചു കൂടി കുറച്ച് നേരം കാണുന്ന പോലെ ഉള്ളൂ എന്ന് പറയുകയാണ് നമ്മളെ ഈ കുടുംബ സംഗമമൊക്കെ. സ്വപ്നം നിദ്രാനുഗഹ യഥാ, നിദ്ര അനുസരിച്ച് നിദ്ര ഉണർന്നു കഴിഞ്ഞാൽ സ്വപ്നം കഴിഞ്ഞില്ലേ, അതുപോലെ ഉള്ളൂ. അപ്രകാരം തന്നെ ഇവർ അനുദേഹം ഓരോ ശരീരത്തിലും വിയന്തി വിട്ടുപിരിയുന്നു. എത്ര ശരിയാണ് ഭഗവാൻ പറയണതല്ലേ. പുത്രന്മാര്, ഭാര്യ, ബന്ധുക്കള്, ഇവരുമായിട്ടുള്ള സംഗമവും സ്നേഹവും ഇടയ്ക്കിടയ്ക്ക് അവരെ കാണലും ഒക്കെ ശരിക്കും പറയാച്ചാൽ വഴിപോക്കരെ ഒരു വിശ്രമ സ്ഥാനത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ തണ്ണീർപ്പന്തലിലൊക്കെ വെള്ളം കുടിക്കാൻ അനവധി ആൾ ഒന്നിച്ച് വന്നാൽ കുറച്ച് നേരം ഒന്നിച്ചുണ്ടാവും. ഇത് കഴിഞ്ഞാൽ അവർ ഓരോ വഴിക്ക് പോവില്ലേ, അതുപോലെ ഉള്ളൂ. ഓരോ ദിവസവും സ്വപ്നങ്ങൾ മാറി മാറി വരില്ലേ. ഇന്ന് രാത്രി നമ്മൾ സ്വപ്നം കാണും, ഉണർന്നാൽ അത് കഴിഞ്ഞു. അതുപോലെ ഈ ബന്ധുക്കളും ഓരോ ജന്മത്തിലും നമുക്ക് മാറി മാറി വരും. ഇതൊന്നും
ഒട്ടും അനശ്വരമല്ല, വെറും നശ്വരമാണ്. ഇത് നമ്മൾ ഈ ദേഹം വിട്ടുപിരിഞ്ഞാൽ നമ്മൾ ഇനി വേറൊരു കുടുംബത്തിൽ നമ്മുടെ സ്വന്താച്ചിരിക്കും അടുത്ത ജന്മത്തിൽ. ചിലപ്പോൾ മൃഗങ്ങളാവും, ആനകളാവാം അല്ലേ. പിന്നെ അതിൻ്റെ ജന്മത്തിൽ വേറൊരു കുടുംബം സ്വന്തം വിചാരിച്ചിരിക്കും. ഒക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ഒരു തണ്ണീർപ്പന്തല്ല അല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒറ്റ അനവധി ആളെ പല ദിക്കുന്നു പറഞ്ഞവർ താമസിക്കും. അവർ ഡൈനിങ് ഹാളിൽ വെച്ച് കണ്ടു, സംസാരിച്ചു, പിരിയില്ലേ? അതുപോലെ ഉള്ളൂ. ഇപ്പോൾ തണ്ണീർപ്പന്തലില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പുത്രധാരാപ്ത ബന്ധൂനാം സംഗമാത് പാന്ധസംഗമ അനുദേഹം വിയന്ധ്യതേ സ്വപ്നോ നിദ്ര അനുഗോ യഥാ. സ്വപ്നം കണ്ടിട്ട് ഉണർന്നാൽ അത് പിന്നെ വെറും സ്വപ്നമല്ലേ, ഇല്ലാത്തതല്ലേ? അതുപോലെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ സംഗമങ്ങളും എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ കുറച്ച് അറ്റാച്ച്മെൻറ്റ് കുറയൂലോ. അതാണ് അതിൽ പറയണത്. ഇത്തം പരിമൃശൻ മുക്തോ ഗൃഹേഷു അതിഥിവദ്വസൻ ന ഗൃഹൈരനുബധ്യേത നിർമ്മാമ നിരഹങ്കൃത. അതായത് ഒരു അതിഥിയെപ്പോലെ വീട്ടിൽ താമസിക്കണം. ഇത്തം പരിവൃശൻ ഇങ്ങനെ പരാമർശിച്ചുകൊണ്ട് നിർമ്മമ എൻ്റേത് നിർമ്മമ പറഞ്ഞാൽ എന്താ? എൻ്റെ എന്നുള്ള അഭിമാനമില്ലാതെ, എൻ്റെ എന്നുള്ള വിചാരമില്ലാതെ, നിരഹങ്കൃത അതായത് ഞാൻ ഈ ദേഹമാണെന്നുള്ള ബോധം കളഞ്ഞ് ഇല്ലാതെ, ഗൃഹത്തിൽ അതിഥിവത് വസൻ ഞാൻ ഇവിടെ ഒരു അതിഥിയാണ്, എന്ന് വേണമെങ്കിൽ പോവാം എന്ന് വിചാരിച്ച്, ഗൃഹകൃത്യങ്ങളിൽ ന ബദ്ധ്യത ഗൃഹകൃത്യങ്ങളിൽ ബദ്ധനാവരുത്, മുക്ത എന്നു മാത്രമല്ല ജീവൻ മുക്തനായിത്തീരുന്നു. എന്താ പറഞ്ഞ വെച്ചാൽ ഈ വഴിപോക്കരുടെ സംഗമം പോലെയാണെന്ന് പറഞ്ഞുല്ലോ നമ്മൾ കഴിഞ്ഞാൽ. ഇതിലെന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ആലോചിച്ചിട്ട് ഒരു അതിഥിയെ പോലെയാണ് ഞാനും എന്നും, ഞാൻ ഈ ദേഹം അല്ല, ശരിക്കും ഞാൻ ഈ ദേഹമല്ല എന്നും, ഞാൻ ഈ ഗൃഹത്തിലൊരു അതിഥിയെപ്പോലെ താമസിക്കുകയാണെന്ന് വിചാരിച്ച് താമസിച്ചാൽ നമുക്ക് ഗൃഹത്തിനോട് ഇത്ര വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് തോന്നില്ല എന്നാണ് പറയുന്നത്. അതായത് പിന്നെ ഈ ബന്ധുക്കൾ ഓരോ ജന്മത്തിലും മാറി മാറി വരും. ഇങ്ങനെ ആലോചിച്ച് എൻ്റെ എന്നുള്ള ചിന്ത കളഞ്ഞ് ഞാൻ ഞാൻ ഈ ദേഹമാണെന്നുള്ള അഹങ്കാരം കളഞ്ഞ് ഒരു അതിഥിയെപ്പോലെ വസിച്ചാൽ നമുക്ക് പുത്ര ഭാര്യമാർ ധനം എന്നിവ കൊണ്ടുള്ള ബന്ധനം നമുക്കുണ്ടാവുകയില്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇത്തം പരിമൃശൻ മുക്തോ ഗൃഹേഷു അതിഥിവദ്വസൻ ന ഗൃഹൈരനുബധ്യേത നിർമ്മമ നിരഹങ്കൃത. നമ്മളൊരു വീട്ടിൽ അതിഥിയെപ്പോൾ വേണമെങ്കിൽ പോവാലോ, അതുപോലെ വേണമെന്ന്. പിന്നെയോ കരമഭിർഗൃഹമേധീയൈരിഷ്ട്വാ മാമേവ ഭക്തിമാൻ തിഷ്ഠേദ്വനം വോപവിശേദ് പ്രജാവാൻ വാ പരിവ്രജേത്. 55 ഭക്തിവാൻ അതായത് എന്നിൽ ഭക്തിയുള്ള ഒരു ആളെ, എൻ്റെ ഭക്തൻ, ഗൃഹമേധീയൈഹി ഗൃഹസ്ഥനും യോഗ്യമായ ഗൃഹസ്ഥന് യോജിച്ച കർമ്മങ്ങളാൽ മാം ദൃഷ്ട്വ ഏവ എന്നെ എല്ലാറ്റിലും കണ്ട് ആരാധിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ നിഷ്ഠേതിരിക്കാം. ഗൃഹസ്ഥാശ്രമത്തിൽ മുക്തി കിട്ടില്ല എന്നില്ലാന്ന്. വാ അഥവാ വനം ഉപവിശേത് അല്ലെങ്കിൽ വനത്തിലേക്ക് പോവാം. വാ പ്രജവാൻ പരിവ്രജേത് അല്ലെങ്കിൽ പിന്നെ എന്താണ് അവരെ എല്ലാം വിട്ട് സന്യസിക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് മുക്തി കിട്ടില്ല എന്ന് ഭഗവാൻ നമ്മളോട് പറയുകയാണ്. എന്താ പറയണ വെച്ചാൽ ഈ പിന്നെ ഗൃഹസ്ഥാശ്രമങ്ങൾ കൊണ്ട് തന്നെ എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് എന്നെ ആരാധിച്ച് ഗൃഹത്തിൽ തന്നെ ഭക്തിയോടുകൂടി ഇരുന്നാലും ഗൃഹസ്ഥന് മുക്തി കിട്ടും. ഇനി അല്ല വെച്ചാൽ വാനപ്രസ്ഥം സ്വീകരിക്കാം. നല്ലോണം വൈരാഗ്യം വന്നു വെച്ചാൽ സന്യാസത്തിനും പോവാം. ഗൃഹസ്ഥന് വിരോധമില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ അനുഷ്ഠിച്ച് എല്ലാ ഗൃഹത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവത് അർപ്പണമായി എല്ലാറ്റിലും ഭഗവത് സ്വരൂപം കണ്ട് ഭ്യാനിച്ച ഒരു നല്ല ഗൃഹസ്ഥൻ്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ ഗൃഹസ്ഥാശ്രമിക്കന്നെ മുക്തി കിട്ടാം. കാരണം എല്ലാറ്റിലും ഭഗവാനെ കണ്ട് പൂജിക്ക് മാത്രമേ വേണ്ടൂ എന്നാണ് ഭഗവാൻ പറയണത്. എല്ലാത്തിലും എൻ്റെ സാന്നിധ്യം കണ്ട് ആരാധിക്കൂ. എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു കുട്ടി നോക്കുകയാണെങ്കിലും
ആ കുട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ചൈതന്യം ഞാനാണ്, എന്നെ തന്നെയാണ് സേവിക്കണമെന്ന് വിചാരിച്ച് കുട്ടിയെ നോക്കിക്കോളൂ. അപ്പോൾ ഭഗവത് ആരാധനയായില്ലേ? ഭർത്താവിനെ നോക്കുകയാണെങ്കിലും ഭാര്യയെ നോക്കുകയാണെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും ഭർത്താവിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും ചെടികൾക്ക് നനയ്ക്കുകയാണെങ്കിലും എല്ലാത്തിനും ഭഗവാൻ ശക്തി. ഭഗവാനെ കണ്ട് ആരാധിച്ചാൽ ഒരു ഗൃഹസ്ഥന് വീട്ടിലിരുന്ന് തന്നെ മുക്തി അടയാം. ഇനി അല്ല കുറച്ച് വൈരാഗ്യം ഉണ്ടെങ്കിൽ വാനപ്രസ്ഥം സ്വീകരിച്ച് പൂർണ്ണ വൈരാഗ്യം എത്തണ വരെ വാനപ്രസ്ഥത്തിലിരിക്കാം. അല്ല പൂർണ്ണ വൈരാഗ്യം വീട്ടിൽ വെച്ച് തന്നെ വന്നു, ഗൃഹസ്ഥൻ തന്നെ വന്നു വെച്ചാൽ സന്യാസം സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ നിർത്തേണ്ടിയും എന്താ വെച്ചാൽ ഇനി 3 ശ്ലോകമേ ഉള്ളൂ ഈ അധ്യായത്തിൽ. പക്ഷെ എന്നാൽ വളരെയധികം സമയം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തന്നെയാണ് കേട്ടോ. അതായത് ഗൃഹസ്ഥൻ സ്വധർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ പറയാണ്, ഒരു ഗൃഹസ്ഥൻ സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ തന്നെ ആരാധിച്ച് ഭക്തിയോടെ ഗൃഹത്തിൽ തന്നെ താമസിച്ച് മുക്തി അടയുകയോ പിന്നെ വാനപ്രസ്ഥത്തിന് പോവുകയോ ഇനി അത്ര വൈരാഗ്യം ഗൃഹസ്ഥനാകുമ്പോൾ തന്നെ വന്നു വെച്ചാൽ സന്യാസം സ്വീകരിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന്. അതാണ് പറഞ്ഞത്. ഇപ്പം നമുക്കുള്ളൊരു ഉപദേശമാണ് കേട്ടോ അതല്ലേ, ശരിക്കും നമുക്കുള്ളതാണ്. ഇനി അടുത്തൊക്കെ വാനപ്രസ്ഥമാണ്, നമുക്ക് അപ്ലിക്കബിൾ അല്ലല്ലോ. ഈ ഒരു അധ്യായത്തിലത്തെ എല്ലാ ഉപദേശങ്ങളും ഗൃഹസ്ഥന്മാർക്കുള്ളതാണ് മെയിനായിട്ട്. അവരതൊക്കെ പറഞ്ഞു വർണ്ണങ്ങളുടെ കാര്യം, എന്നിട്ട് പിന്നെ ഇപ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് പറയണത്. അപ്പോൾ നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, എന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ്റെ പ്രസാദത്തിനായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുക. എല്ലാത്തിലും ഈശ്വര ചൈതന്യം കാണാൻ ശ്രമിച്ച് ചെയ്യുക. അപ്പോൾ ഒരു ഗൃഹസ്ഥന് ശരിക്കും മുക്തി ലഭിക്കും. ഭക്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആണ് ഭഗവാൻ നമുക്ക് വളരെ നല്ലൊരു ഉപദേശം, നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലൊരു ഉപദേശമാണ് ഭഗവാന്റെ തരണത്. കാരണം ഗൃഹസ്ഥനും മുക്തി നേടാം. ശരിക്കും എനിക്ക് പറയണ പോലെ തോന്നുന്നില്ല ഭഗവാൻ, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഗൃഹസ്ഥരായിട്ട് ഇരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് മുക്തി നേടാം, ഇത് മാത്രമേ ചെയ്യണ്ടൂ എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യാണ്. എന്തിന്? കൂടുതൽ ഭഗവാനെ എപ്പോഴും സ്മരിക്കാനും കൂടുതൽ എല്ലാറ്റിലും ഭഗവത് ചൈതന്യം കാണാനും ഭഗവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും, ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും എല്ലാത്തിലും ഭഗവത് സാന്നിധ്യം കണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.